എല്ലാ പരിപാടിയും കഴിഞ്ഞു. മണി ചേഞ്ചൊക്കെ കഴിഞ്ഞു, സിം ആക്ടിവേഷൻ കഴിഞ്ഞു. എൻ്റെ അടുത്ത് എയർലോയുടെ ഈ സിമ്മായിരുന്നു. അതിങ്ങനെ നേരത്തെ ഞാൻ വെച്ചിരുന്ന കാരണം ഇവിടെ വന്നതിനെ ആക്ടിവേഷൻ ചെയ്തു. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുത്തെ എയർപോർട്ടിലെ വൈഫൈ കണക്ട് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് ആക്ടിവേഷൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആക്റ്റീവ് ആവില്ല, ആകെ പ്രശ്നമാവും. ഇവിടെ ലഗേജൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. ഈവൻ ബാഗ് സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഔട്ട്സൈഡ് എയർപോർട്ട്. ഔട്ട്സൈഡ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് താഴെ പോയിട്ട് അവിടെ നിന്ന് മാത്രമേ എനിക്ക് സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഔട്ട്സൈഡ്. എന്തായാലും ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു. ക്ലൈമറ്റ് അത്ര ചൂടൊന്നും അല്ല. ഇവിടെ ആൾക്കാരൊക്കെ സ്വെറ്ററൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് തണുപ്പുണ്ടാവും, പണി കിട്ടും. ഞാൻ സ്വെറ്റർ കൊണ്ടുവന്നില്ല. ഇത്രയും ചൂട് സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് ഒരു തണുപ്പായിരിക്കുമോ കാലാവസ്ഥ. എല്ലാവരും സ്വെറ്റർ ഉപയോഗിക്കുന്നുണ്ട്. പണി കിട്ടുമെന്നാണ് തോന്നുന്നത്. എന്തായാലും പുറത്തേക്ക് പോവാം. ഇങ്ങനെ ആവശ്യം പോലെ ഹോട്ടലുകാരും ടാക്സിയുടെ കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി അവരൊക്കെ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ട്. നമ്മളെ വിദേശികളെ കാണുമ്പോൾ അവർക്ക് അറിയാമല്ലോ, അതിങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ട്. പിന്നെ എവിടെ നോക്കിയാലും മണി എക്സ്ചേഞ്ച് ഉണ്ട്. മണി എക്സ്ചേഞ്ച് അല്ലാത്ത ഒന്നുമില്ല. പിന്നെ എയർപോർട്ടിനകത്ത് ഹോസ്പിറ്റലുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എയർപോർട്ടിനകത്ത് ഹോസ്പിറ്റൽ എക്സ്ട്രാ സംഭവമാണ്. എന്തായാലും അത് വേണ്ടതാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകാം. ഞാൻ ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. അവിടെ പോകാൻ പറ്റില്ല കേട്ടോ. ഈ വഴി കൂടി മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇത് പാർക്കിങ്ങിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇവിടെ നിന്ന് ടാക്സി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ടാക്സിയിലല്ല നമ്മൾ പോകുന്നത്, മെട്രോ ഓർ ബസ്സാണ്. സോ വി വിൽ ഗോ ടു മെട്രോ ബസ്. ശരിക്കും തണുപ്പുണ്ട് കേട്ടോ. ഈ ഉച്ച സമയത്ത് ഇവിടെ തണുപ്പാണെങ്കിൽ ഈവനിങ് ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. വെരി നൈസ് എയർപോർട്ട്. ഇവിടുത്തെ ടാക്സികളൊക്കെ ഒരു അടിപൊളി ടാക്സികളാണ്. നല്ല കളറുണ്ട് കേട്ടോ. കാവി കളറിലുള്ള ടാക്സികളാണ്. ഉണ്ടല്ലേ, ഇതാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ആവശ്യം പോലെ ടാക്സിക്ക് വേണ്ടി വിളിക്കുന്നത്. അവിടെ കൂടെ മേളിൽ കൂടെയൊക്കെ ആൾക്കാർ ഡിപ്പാർച്ചറിലേക്ക് പോകുന്നത്. ഏതാണ് ഡിപ്പാർച്ചർ? പാർക്കിംഗ് കൊള്ളാം കേട്ടോ. നല്ല രസമുള്ള പാർക്കിംഗ്. എനിവേ വെരി ബിഗ് പാർക്കിംഗ്. വെരി ബിഗ് പാർക്കിംഗ് ഉണ്ട്. അപ്പം നമുക്കിനി ബസ്സിൻ്റെ സ്ഥലത്തേക്ക് പോകാം. ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകണം. അപ്പോൾ 12 നമ്പറിലാണ് ബസ്സിന് വേണ്ടിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 12 നമ്പർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എത്തിയപ്പോഴത്തേക്കും ഒരു ബസ് പോയി കഴിഞ്ഞു. പോയ ബസ് പോട്ടെ, അത് പ്രശ്നമില്ല. എവറി 20 മിനിറ്റ്സിന് ബസ്സുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഹായ് ഹായ് ഹായ്, സലാമത്ത്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് കണ്ടപ്പോഴത്തേക്കും, ഫ്രണ്ടല്ല ഇവിടെ വന്ന് പെട്ടെന്ന് കണ്ടൊരു ഫ്രണ്ടായതാണ്. അയാൾ കണ്ടപ്പോഴത്തേക്കും പുള്ളി വന്ന് നമ്മുടെ അടുത്ത് സലാമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയ ബസ്സുകളുണ്ട്, വലിയ ബസ്സുകളുണ്ട് കേട്ടോ. എന്തായാലും ബസ് കണ്ടില്ലേ, ചെറിയ ബസ്സാണ്. ഫുള്ള് അടിയിൽ പാർക്കിംഗ് ആണ്. നമുക്ക് പോകാനുള്ള ബസ് വന്നു കഴിഞ്ഞു. ഇതാണ് ബസ്. 12 നമ്പറിൽ ബസ് എത്തിയിട്ടുണ്ട്. നമുക്ക് പോയി ബസ്സിൽ കയറാം. എന്തായാലും നമ്മുടെ സ്റ്റാർട്ടിങ് ഇന്ന് ബ്ലൂ മോസ്ക് സിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ റൂമിലേക്ക് പോകുന്നുള്ളൂ. എനി ഹൗ തുർക്കിയിലെ ഫസ്റ്റ് വിസിറ്റിംഗ് ബ്ലൂ മോസ്കാണ്. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം ജുമായ്ക്ക് ആ പള്ളിയിൽ തന്നെ പോകാമല്ലോ. ഇവിടെ നിന്ന് അറൗണ്ട് 45 മിനിറ്റ്സ് ആണ് അവർ സമയം പറയുന്നത്. ബസ്സിൻ്റെ ഡ്രൈവർ അടിപൊളി മനുഷ്യനാട്ടോ. അയാൾ എന്നെ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലിരുത്തി എനിക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദം തന്നത്.
അടിപൊളി ഉപ്പാണ്. അപ്പോൾ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും. അതായത് നമ്മൾ ഹൈവേയിലേക്ക് പ്രവേശിച്ചു. ഇവിടുന്ന് ഇനി 45 മിനിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല രസമുള്ള ഹൈവേ കേട്ടോ, നല്ല രസമുള്ള ഏരിയ. എന്തായാലും അൽഹംദുലില്ലാ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുവരെയ്ക്കും ഞാൻ പോയ ട്രിപ്പുകളിലൊന്നും ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടില്ല. ഞാനൊന്ന് ജപ്പാനിൽ പോയപ്പോഴൊന്നും അയാളോടൊന്ന് ഫ്രണ്ടിൽ ഇരിക്കട്ടെന്ന് ചോദിച്ചു, അയാളെല്ലാം ഓടിച്ച് പുറയിലും ഇട്ടു. അപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ നല്ല സൂപ്പറായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, 2 ഹൈവേ ഉണ്ട്, സൂപ്പർ 2 ഹൈവേ. എല്ലായിടത്തും 6 12 ട്രാക്കുണ്ട്. ഈ ഒരു 3 ട്രാക്ക് ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വരാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് 3 6 ട്രാക്ക്. എന്താ നാഷണൽ ഹൈവേ പണിതിട്ടിരിക്കുന്നത് നോക്കി, അതും ഹൈവേ ആണ്. ആ കാണുന്നതും ഹൈവേ ആണ് കേട്ടോ. അതുവഴി ട്രെയിലേഴ്സൊക്കെ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ റോഡ് വഴി ട്രെയിലേഴ്സ് അലൗഡ് ഇല്ലാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് ട്രെയിലേഴ്സ് കാണാൻ പറ്റുമല്ലോ. നല്ല സീനറീസ്, രസമുള്ള റോഡുകളും കാടും പച്ചപ്പും ഒക്കെയാണ് ഇതൊക്കെ. ഞാൻ ഈ ഫ്ലൈറ്റിലിരുന്നപ്പോഴത്തേക്കും നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ ഒരു കാടാണ്. ആദ്യം ഇസ്താംബുൾ സിറ്റിയിൽ ഉള്ള എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുത്തെ സിറ്റിയിലുള്ള എയർപോർട്ടല്ല, ആ എയർപോർട്ട് പഴയ എയർപോർട്ടാണ്. അപ്പോഴത്തേക്ക് അവർ പുതിയ എയർപോർട്ടിലേക്ക് പുതിയ എയർപോർട്ടിലേക്ക് സർവീസുകളെല്ലാം മാറ്റിയതാണ്. അതാണ് പുതിയ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇതൊരു കാട് കഴിഞ്ഞിട്ടാണ്, ആ കാടിന്റെ നടുവിലാണ് ഈ എയർപോർട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കാടാണ്. ഈ എയർപോർട്ട് കഴിഞ്ഞാൽ വീണ്ടും കാട് ഏരിയയാണ്. ഇതെല്ലാം ഫുള്ള് കാടാണ്. ശരിക്കും മനുഷ്യവാസം ഇല്ലാത്ത, കൃഷിയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഈ കാട്. ഇത് ഇപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തോട്ട് പിന്നെ നല്ല കൊടുങ്കാടാണ്. ഈ കാണുന്നുണ്ട്, ഈ ഭാഗത്തെല്ലാം കൊടുങ്കാടാണ്. കുറേ ഫാക്ടറീസും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ഉണ്ടെന്ന് തോന്നുന്നു. വാഹനങ്ങൾ ആവശ്യം പോലെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്താവശ്യത്തിനുള്ള വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൂടുതലും വാനുകളാണ്. ഞാൻ ശ്രദ്ധിച്ച ഇവിടെ കൂടുതലും വാനാണ്. നമ്മുടെ സൗദി അറേബ്യയിലുള്ള കാറുകൾ തീർത്തും വ്യത്യസ്തമാണ്. അവിടെയുള്ള ആക്സെന്റ് ഇവിടെ വേറെ പേരിലാണ്. അതുപോലെയുള്ള അവിടെയുള്ള ടൊറോട്ട അവിടെ വേറെ പേരിലാണ്. ശ്രദ്ധിച്ച് കാണാൻ പറ്റില്ല. ഞാൻ അതിനെക്കുറിച്ച് കണ്ടിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ. നോക്കിയാൽ റോഡുകൾ പണിഞ്ഞിരിക്കുന്നു, നോക്കിയാൽ എന്താണ് ഹൈവേ പണിഞ്ഞിരിക്കുന്നത്. ഓവർ ബ്രിഡ്ജുകൾ വലിയ വലിയ ഓവർ ബ്രിഡ്ജുകളാണ് പണിഞ്ഞിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഹൈവേ. അതുപോലെ നല്ല പച്ചപ്പുള്ളത് കാരണം ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ എവിടേക്കോ ഇങ്ങനെ യാത്ര പോകുന്നവർ. അല്ല സൗദി അറേബ്യയിലെ പോലെ വെറും മരുഭൂമിയല്ല. നമുക്ക് ഈ മണി ഇപ്പം ഉച്ചയ്ക്ക് 1 മണി സമയമായി. ഈ 1 മണി സമയത്ത് നല്ല തണുപ്പാണ് കേട്ടോ. വെയിലുണ്ട്, നല്ല തണുപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കൊടുങ്കാടാണ്. ഇതൊക്കെ കൊടുങ്കാടാണ്. എന്നൊരു കൃഷിയോ ഒന്നുമില്ല. വാഹനങ്ങൾ പോലും എൻട്രി ഇല്ല. അവിടെ നിന്ന് റോഡ് പോലില്ല. പിന്നെ എക്സിറ്റുകൾ മാത്രമാണ്. റോഡിന്റെ എക്സിറ്റ് നല്ല രസമുള്ള റോഡ്. ഈ കാണുന്നതാണ് തുർക്കിയുടെ പതാകയാണ്. ഇങ്ങനെ പറക്കുന്നതാണ്. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി. കൊടുങ്കാടാണല്ലോ, കൊടുങ്കാട്. ഇവിടെ വാഹനങ്ങളുടെ സ്പീഡ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അത് ഡിസ്പ്ലേ കണ്ടോ, 90, 90, 70. എന്നാലും നമ്മളെ ഇപ്പോൾ പോണത് ഇപ്പോൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. 90 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വണ്ടികൾ ഓടിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ 90 കിലോമീറ്റർ സ്പീഡ്. നല്ല വയസ്സിൽ ഇപ്പോൾ അത്രയും വയസ്സിൽ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ടല്ലോ.
ഇവിടെ നിങ്ങളുടെ സിറ്റിയുടെ എൻട്രൻസ് ഇവിടെ നിന്നാണ്, ഇസ്താംബുൾ സിറ്റിയുടെ എൻട്രൻസ്. ഇത് മാൻ്റെ ബസ്സാണ് കേട്ടോ, മാൻ്റെ ബസ് ഓട്ടോമാറ്റിക്. ഇവിടുന്ന് ഈ വഴിക്കാണ് ഇപ്പം ഈ ലെഫ്റ്റിൽ കാണുന്ന ആ റോഡ് വഴിയാണ് അൻകാറ പോകുന്നത്. അൻകാറ തുർക്കിയുടെ തലസ്ഥാനമാണ്, ക്യാപിറ്റൽ സിറ്റിയാണ്. ഇവിടുന്ന് ഇസ്താംബുളിൽ നിന്ന് അൻകാറയ്ക്ക് 350 കിലോമീറ്ററാണ്. ഞാൻ അൻകാറ പോകുന്നില്ല, അത് ഇസ്താംബുൾ മാത്രമേ ഉള്ളൂ. ഇനിയൊരു പ്രാവശ്യം വരുമ്പോഴത്തേക്കും തുർക്കിയിൽ കുറേ ദിവസം തങ്ങണം എന്ന് പറഞ്ഞാൽ. തുർക്കി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സ്ഥലമാണ്. പ്രത്യേകിച്ച് ഫുഡിനും അടിപൊളിയാണ് ഇവിടെ. ഫുഡൊക്കെ ഓക്കെയാണ്, നല്ല ഹലാലായ ഫുഡ് കിട്ടും. ഇതേ കാണുന്നുണ്ടല്ലോ, അഥവാ ഈ റോഡിൽ കൂടി തെറ്റി കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റ് വഴി അൻകാറയ്ക്ക് പോകും. ശരിക്കും ആ അൻകാറയിലേക്ക് പോകുന്ന ആ എക്സിറ്റിൽ ആയതുകൊണ്ടാണ് സിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു വാഹനങ്ങൾ. ഇസ്താംബുൾ സിറ്റിയുടെ എൻട്രൻസ് ആണ്. കണ്ടല്ലോ ഇസ്താംബുളിലെ ബിൽഡിങ്ങുകൾ കണ്ട, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇവരുടെ ദേശീയ പതാക ഇങ്ങനെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടിടത്തോളം ഇന്ത്യ ഒഴികെയുള്ള മറ്റുള്ള കൺട്രികളിലെല്ലാം ദേശീയ പതാക മിക്ക ബിൽഡിങ്ങുകളിലും വലുതായിട്ടുണ്ടാക്കി ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ സിറ്റി നിങ്ങൾ കാണുന്നില്ലേ, അടിപൊളി സിറ്റി, അടിപൊളി സിറ്റി. എല്ലാത്തിൻ്റെ റൂഫിൽ അവർ ഓട് ഭാഗ്യാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ ബിൽഡിങ്ങിൻ്റെയും റൂഫ് ഓടാണ്. അതിന് ഈ ചെറിയ ബിൽഡിംഗ് ആവട്ടെ വലിയ ബിൽഡിംഗ് ആവട്ടെ എല്ലാത്തിൻ്റെ റൂഫ് ഓടാണ്. പക്ഷെ റിയലി നല്ല സുഖമുണ്ട് കാണാൻ കേട്ടോ. നല്ല പച്ചപ്പുള്ള സ്ഥലം, കാലാവസ്ഥയും കൊള്ളാം. മെയ് ജൂൺ മാസത്തിലൊക്കെ ഇവിടെ അടിപൊളി തണുപ്പാണ്. അതുകൊണ്ടല്ലേ സൗദി അറേബ്യ എന്നൊക്കെ ആൾക്കാർ വെക്കേഷൻ ഇങ്ങോട്ട് വരും. അവിടെ തിളയ്ക്കുമ്പോൾ ഇവിടെ തണുപ്പാണ്. മനസ്സിലാക്കിയത് ഇത്രത്തോളം തണുപ്പാണ്. അതേ ഉൽക്കറിന്റെ വണ്ടി പോകും, നമ്മളെ ഉൽക്കർ. ഇത്ര വലിയ സിറ്റിയാണ്. അപ്പോൾ അൻകാറ എന്തായിരിക്കും, ഇസ്താംബുൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻകാറ എന്തായിരിക്കും എന്ന് എനിക്ക് എല്ലാ ബിൽഡിങ്ങുകളും നല്ല, ഞാൻ പറഞ്ഞില്ല, എല്ലാ ബിൽഡിങ്ങുകളുടെ റൂഫ് അവർ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടാണ്, ഓട് കൊണ്ടാണ് കേട്ടോ. കാണേണ്ടത് തന്നെയാണോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അതേ ഇതുണ്ട് തുർക്കിയിലെ അതേ ആ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ. എന്ന് പറഞ്ഞാൽ നിരന്ന തറയല്ല, കുറച്ച് കുന്ന് കുഴിയൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. ആ ബിൽഡിങ്ങുകളൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഈ പുറയിലുള്ള വീട്ടുകാർക്കും നല്ല വ്യൂ കിട്ടും എവിടേക്ക് വേണമെങ്കിലും. പക്ഷെ അവിടെ ആവശ്യം പോലെ പള്ളികളുണ്ട്. പള്ളികളെല്ലാം ഒരേപോലത്തെ മുനാറങ്ങളാണ്. ഇപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് വന്നത് കേട്ടോ ബിൽഡിങ്ങുകളുടെ. അതായത് നമുക്ക് സിറ്റി കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയിലേക്ക് പ്രവേശിച്ചതേ ഉള്ളൂ, എന്നാലും ബിൽഡിങ്ങുകളുടെ അടുത്തേക്ക് വന്നില്ല. എല്ലാം നല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തോ റെഡ് കളറിലെ ട്രീ കാണുന്നുണ്ട്. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 45 minutes ആണ് അവർ പറഞ്ഞത്. ഇനി 10 minutes-നുള്ളിൽ നമ്മളിവിടെ നമ്മുടെ സ്പോട്ടിൽ എത്തുമെന്നാണ് തോന്നുന്നത്. കുന്നിന്റെ മേളിൽ അവരൊരു ദേശീയ പതാക നാട്ടിയിരിക്കുന്നത് നോക്കി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. അല്ല, ഏറ്റവും കുന്നിന്റെ മേളിലാണ് ആ ദേശീയ പതാക കാണുന്നത്. ദേശീയ പതാകയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ദൂരെ നിന്ന് വന്നപ്പോൾ കണ്ടു, പക്ഷേ ഇപ്പം നമ്മൾ ഏതാണ്ട് ഇത്രയും അടുത്ത് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് കാണിച്ചുള്ളായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദേശീയ പതാക ഇത്രയും അടിപൊളിയായിട്ട് മറന്നു കളിക്കുന്നു. എൻ്റെ പൊന്നു
എന്താണ് ഇവിടെ കുട്ടികളുടെ ഒരു കളിയാണല്ലോ. നമ്മുടെ നാട്ടിലെക്കാളും ഗതികേടാണോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ? ഉപ്പ എന്തൊക്കെയോ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഉപ്പയുടെ ഭാഷയിലാണ് ഇങ്ങനെ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനതുകൊണ്ട് ഇതിന് ചിരിച്ചതേ ഉള്ളൂ. ഇത് വാഹനം ഓടിക്കാത്തൊക്കെ സമയത്തായിരുന്നു ഞാൻ ഉപ്പായെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കാമായിരുന്നു. പക്ഷെ ഇപ്പം അത് എന്താ പറയുക, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമല്ലല്ലോ. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വാഹനം ഓടിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ട്രാൻസ്ലേറ്റ് ഫുഡ് കൊടുത്ത ഉപ്പ എന്നെ ചിലപ്പോൾ ഓടിക്കും. ഇവിടെയും സിഗ്നലുകൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇറ്റലിയിലെ പോലെ തന്നെ തോന്നുന്നു സിഗ്നല് ശരിക്കും ലേറ്റ് ആവുന്നത്. ബൈക്സ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഹോം ഡെലിവറി ബൈക്കിലാണ് കൊണ്ടുപോകുന്നത്.